നമസ്കാരം. ഞാനിന്നിവിടെ പക്കവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാള കേട്ടോ, ചെറുതാക്കിയിട്ട് അരിഞ്ഞതാണ്. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 3 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഞാൻ മല്ലിച്ചപ്പ്, പുതിന അതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് പാകത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് നന്നായി കൈകൊണ്ട് തിരുമ്പി വരട്ടെ. ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് കേട്ടോ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ഈ പത്തിരിക്കും നൂലപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് പിന്നീട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് അവസാനം ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യും കേട്ടോ. ഞാനിതൊന്ന് കുഴച്ച് വരട്ടെ കേട്ടോ. ഞാൻ ഇവിടെ മാവ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിത് ആയി കഴിഞ്ഞാൽ കുറേശ്ശെയായിട്ട് ഇതായിട്ട് മറിച്ചിടാം. അപ്പോൾ ഇതായി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പക്കവടയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇങ്ങനെ നമ്മളിത് വാങ്ങുകയാണ്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെറുതാക്കിയിട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോഴാണ് ഇതിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.